അനുമോൾക്ക് എന്താ കൊമ്പുണ്ട്? അനുമോളെ കുറ്റം പറഞ്ഞാൽ അവരെ പ്രാഗി ചീത്ത വിളിക്കുകയും ചെയ്യും. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. പല യൂട്യൂബർമാരുടെ വീഡിയോയുടെ താഴെ അനുമോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അനുമോളാണോ ആരോന്ന് അറിയത്തില്ല, അനുമോളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും അല്ല ചീത്ത വിളിക്കുകയും എന്നൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് വീഡിയോയിൽ. എനിക്കങ്ങനെ വന്നിട്ടില്ല. പല ആളുകളും ചോദിക്കുന്നുണ്ട് അനുമോൾക്കെതിരെ എന്തെങ്കിലും ചേട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ന പോലെ വന്ന് നിങ്ങളെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അത്. പക്ഷേ നമ്മൾ ആരാണോ തെറ്റ് ചെയ്തത് അവർ പറയാനുള്ള കാര്യം നമ്മൾ മുഖത്തോട്ട് പറയാം. അല്ലാതെ നമ്മളാരും പൊക്കി വീഡിയോ അടിക്കുക അല്ല PR വർക്ക് നമ്മൾ ചെയ്യത്തില്ല. എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യത്തില്ല. നമ്മൾ സത്യസന്ധമായി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അതിലൊരു സംശയമില്ല. അതാണ് ഞാൻ ഇത്രയും നാളായിട്ട് നമ്മൾ ബിഗ് ബോസ് ഇത് കാണുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യില്ല. ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപടി ഞാൻ വീഡിയോ ഇടുകയുള്ളൂ. ഇപ്പം അനുമോള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോളെ ഞാൻ പറയും. അനുമോള് നല്ലതാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോള് നല്ലതാണെന്ന് എനിക്കൊരു മടിയില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയും. ഇപ്പം നമ്മളെല്ലാം കണ്ട ഒരു കാര്യമാണ് നമ്മുടെ അനുമോളും അനീഷും തമ്മിലുള്ള വിഷയം. അത് അനുമോള് കുറേ പ്രാവശ്യം അനീഷിനെ ഇട്ട് ഇതാക്കിയിരുന്നുണ്ട്, പ്രാകുന്നു, തെറി പറയുന്നു. അതൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളൊരു ബിഗ് ബോസ് സീസൺ വിന്നറാണ്. അപ്പോൾ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ആ വോട്ട് ചെയ്തതിന് നമ്മളൊരു മാന്യത കാണിക്കണം. അതുതന്നെ അല്ല, ഒരു പക്വത നമ്മൾ വേണം. ഇത് കുട്ടിക്ക് ചെറിയൊരു പക്വത ഇല്ലായ്മയുണ്ട്. അതില്ലാതെ ഉള്ളെന്ന് അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഒരു ശകലം പക്വത കുറവുണ്ട്. അപ്പം അതിന് ദേഷ്യം വന്നത് അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ സ്റ്റാർ മാജിക്കുള്ള കാലങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും അത് നമ്മൾ തിരുത്തണം. നമ്മളിപ്പോൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയണം, അത് ശരിയാണോ അന്ന് അത് മറ്റുള്ളവരുടെ പോകുമ്പോൾ നമ്മളത് കുറച്ച് തിരുത്തണം. അല്ലാതെ അവരെ വന്നിട്ട് ഇതാണ് യൂട്യൂബർമാരെല്ലാം വന്ന് അതിൻ്റെ അടി വന്ന് തെറി വിളിക്കുക അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ പല ആളുകളെയും വിളിച്ചെന്ന് പറഞ്ഞാൽ അവർ തെളിവ് വീഡിയോ ഇടുമ്പോൾ നമ്മളത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഹനുമാന്റെ അടുത്ത് തെറ്റുണ്ടാവും, ശരിയും ഉണ്ടാവും. പക്ഷെ നമ്മളിത് ഇത് ചെയ്യുമ്പോൾ അത് നമുക്കെല്ലാവരെ കുറിച്ച് നമുക്ക് പോസിറ്റീവ് മാത്രം പറയാൻ പറ്റില്ല. അവരുടെ നെഗറ്റീവുകളും നമ്മൾ പറയുന്നതല്ല. അവർക്ക് അത് നന്മയ്ക്ക് വേണ്ടിയാണ്. അവരിനി അതങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരാളെ പ്രാകുക അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. പ്രാഗെന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ കാര്യമാണ്. അതൊക്കെ ഒരു സീസൺ 7 വിന്നർ കൂടിയായ ഒരു കുട്ടിയാണ് ഇങ്ങനെ മറ്റുള്ളവരെ പ്രാഗവും തെറി പറയുക അങ്ങനെയൊക്കെ. അതൊക്കെ വളരെ മോശമായ കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്നതിന് അനീഷോടെ ഇത് കാണിച്ചു. അനീഷാണ് ഫസ്റ്റ് ചൊറിഞ്ഞത്, അതിലൊരു സംശയമില്ല. പക്ഷേ രണ്ടുപേരും ഭാഗത്ത് തെറ്റുണ്ട്. ഒരാളുടെ മാത്രമല്ല, രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ കൊച്ചു വീട് അവസാനിക്കാൻ. താങ്ക് യു. ബൈ ബൈ.